നമുക്ക് ഒമാനിൽ പോയാലോ? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. സോ പപ്പ, അമ്മ, ഞാൻ, ഷാനുഫാനും ഞങ്ങൾ 5 പേരായിട്ടാണ് ഒമാനിൽ പോകുന്നത്. അപ്പോൾ അതിനുള്ള സുനിക്കാൻ്റെ സ്നേഹപ്രകടനം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ ശേഷം എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരിത് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇതിലൂടെ ഞാൻ ഒതുക്കാം. അതേപോലെ തന്നെ ഒമാനിലെത്തിയതിന് ശേഷം ഇൻഷാല്ലാ ഓരോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിന് ചെക്കിങ്ങിന് പോവാണ്. നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഗേറ്റിലേക്ക് പോകട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ എൻ്റെ അബായ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ അബായ വേണമെന്നുള്ളത് ഞാനത് അവിടെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞ് ടൈമൊക്കെ കഴിഞ്ഞിട്ടതാ നമ്മളിനിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് രാത്രിയത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെലിവറിയൊക്കെ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യണ്ടേ. അപ്പോൾ ഷനുവിനെ ചിരി നല്ല രീതിയിൽ കാണാനുണ്ട്, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ചിരി കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പപ്പ ജസ്റ്റ് ഒരു കോഫി വാങ്ങിയിട്ടു. നല്ല ടേസ്റ്റ്, എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ ജസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പാനെങ്ങനെ ഇടയ്ക്കേ കിട്ടുള്ളൂ ഇങ്ങനത്തെ ഓരോ പോസ്റ്റിന്, എന്താ അറിയില്ല, വല്ലാത്തൊരു അത്ഭുതം തോന്നി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒമാനക്ക് ഇപ്പോഴും ഈ നൈറ്റാട്ടോ ഫ്ലൈറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സത്യം പറയും എനിക്ക് ഫ്ലൈറ്റ് കയറി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, ഭയങ്കര ഇടങ്ങാറാണ്. എന്നിട്ട് പപ്പനെങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിക്കുക, അതേപോലെ തിന്നുക, അതല്ലാതെ നമുക്ക് വേറെ പണിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു കപ്പ് നൂഡിൽസ് വാങ്ങിയിട്ടോ. അതെന്താ അറിയില്ല, അത്ര ടേസ്റ്റ് ഒന്നും പറയില്ല, ബട്ട് കുഴപ്പമില്ലാതെ തിന്നിട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ ബോറടിക്കുക, കാരണം 4 hours അല്ല അവിടേക്കുള്ളത് ആകതായിട്ട്. പിന്നെ പപ്പിമ്മ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണ് മാളുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഓല് സീറ്റൊക്കെ മാറ്റി. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ എന്താ പണി, ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട്. പിന്നെ ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഉറങ്ങിപ്പോയിനി കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചൊരു വെയിറ്റിംഗ് ഉണ്ട്, അതാണ് വല്ലാത്തൊരു പണി. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എമിഗ്രേഷന് വേണ്ടിയിട്ട് ഓടണം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്തിനു പോകണം, ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മളെ ലഗേജ് എടുക്കാൻ പോകണം. അപ്പോൾ ഞാനും ഫാനും ഷാനും ഒക്കെ പെട്ടെന്ന് നമ്മളത് കഴിഞ്ഞിട്ട് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ കട്ട പോസ്റ്റ് ആട്ടോ. അങ്ങനെ പപ്പിമ്മ കുറച്ച് ലേറ്റായി പോയി വരാൻ. അങ്ങനെ ഓല അവസാനം കുറേ നേരം കാത്തുന്ന ശേഷം നമ്മളിപ്പോൾ അങ്ങനെ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒമാനിലുണ്ടാകുമ്പോൾ നമ്മളെ കൂട്ടാനും കാര്യങ്ങളും എല്ലാത്തിനും നമ്മളെ കൂടെ സഹായമായിട്ടുള്ളത് നമ്മളെ സാലിക്ക കേട്ടോ. മൂപ്പരാക്കൂടെ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു, മൂപ്പരാക്കിട്ട പോസ്റ്റ് കേട്ടോ നിങ്ങൾ കണ്ടോളി. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ പോകണം. നല്ലോണം വിശന്നിന് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഫുഡ് കഴിക്കാൻ വെച്ചു. പിന്നെ വിശപ്പിൻ്റെ ഒരു സുഖമായിട്ടുണ്ടായി, നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്ത് പറയാലും എനിക്ക് പുറത്ത് ഹുമ്മൂസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിന് ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫ്ലാറ്റാട്ടോ. ഈ ഫ്ലാറ്റിലെത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.